ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് തുളസിയിലയും പനിക്കൂർക്കയും ചേർത്തിട്ടുള്ള കുറച്ച് സോപ്പ് ഉണ്ടാക്കാമേ, കുളിക്കാനുള്ള സോപ്പ്. അപ്പോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് തുളസിയിലയും പനിക്കൂർക്കയും കൂടെ ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ 1 കപ്പ് നീരോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ഒരു സോപ്പ് ബേസും കൂടെ എടുത്ത് ഉണ്ടാക്കാം. അപ്പൊ അതിനായിട്ട് ഈ സോപ്പ് ബേസ് ഞാനൊന്ന് പീസാക്കി വെച്ചിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഞാൻ മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ സോപ്പ് ബേസ് നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ തുളസിയിലയും കൂടെ തുളസിയിലെ നീരും കൂടെ അതിനകത്തേക്കൊന്ന് ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കാം. അപ്പൊ നമുക്കിനി ആ കൂട്ടെടുത്ത് സോപ്പ് മോൾഡിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിതിനകത്ത് സ്പ്രേ, അതായത് നമുക്ക് സ്മെല്ല് വരാൻ നല്ല മണം കിട്ടുന്നൊന്നും ചേർത്തിട്ടില്ല, തുളസിയിലയുടെ മണം മതിയെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഈ പത വീഴാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പത മാറ്റി കൊടുത്തോണ്ട് ഒഴിച്ചു കൊടുക്കണേ. അപ്പം മുഴുവനും ഒഴിച്ചു കൊടുക്കുക, ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മുടെ സോപ്പ് നിർമ്മാണം ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തണുക്കാനുള്ള സമയം മതി. അപ്പോൾ നമ്മളെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാതയൊക്കെ ഉണ്ട്, വീണിട്ടുണ്ടെന്ന് നീക്കിക്കളയാം കേട്ടോ. അപ്പൊ ഇനി നമ്മളതൊന്ന് ഒരു 7 മണിക്കൂർ ഒന്ന് തണുക്കാനുള്ള, അല്ലെങ്കിൽ അതൊന്ന് ആറാനൊക്കെയുള്ള സോപ്പ് ആവാനുള്ള സമയം കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ സോപ്പുകളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ തുളസി സോപ്പ് നല്ല ആയുർവേദ സോപ്പാണ്. സോപ്പ് റെഡി ആയിട്ടുണ്ട്, അടിപൊളി സോപ്പ്. ഞങ്ങളിപ്പോ എപ്പോഴും തനിയെ സോപ്പ് ഉണ്ടാക്കുകയാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സോപ്പുകളൊക്കെ ഉപയോഗിച്ച് തനിയെ ഉണ്ടാക്കി കുളിക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി സോപ്പുകളാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ. Audio Jungle.